ഹായ്. പുഷ്പ ടു ദ റൂൾസ് സിനിമയുടെ ഒരു ട്രെയിലർ ഇന്നലെ അതിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. നമ്മുടെ അല്ലു അർജുൻ നായകനായിട്ട് എത്തിയ പുഷ്പരാജ് എന്ന ക്യാരക്ടർ അതൊരു പക്ഷെ ചിലപ്പം മലയാളി പ്രേക്ഷകർ പോലും മറക്കില്ല. കാരണം ഗംഭീര പെർഫോമൻസ്, അതോടൊപ്പം തന്നെ അല്ലു അർജുന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിനയ ശൈലിയൊക്കെ നമുക്ക് പുഷ്പ വണ്ണിൽ കാണാൻ സാധിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ നമ്മളെയൊക്കെ ഞെട്ടിച്ചത് നമ്മുടെ മലയാളത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള ഫഹദ് ഫാസിലാണ്. അദ്ദേഹത്തിന്റെ SP ഭൻവാർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, അത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത തരത്തിലുള്ള ഒരു മേക്ക് ഓവർ ആയിരുന്നു അതിനകത്ത് നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെത്. അപ്പൊ പുഷ്പ ടൂവിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫഹദ് ഫാസിൽ ഒരു മുഴുനീള കഥാപാത്രം ഈ സിനിമയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഒരു ട്രെയിലർ ഒരു പക്ഷെ ചിലപ്പോൾ ഇന്നലെ നിങ്ങളിൽ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. ഗംഭീരമായിട്ടുള്ള ട്രെയിലർ തന്നെയാണ്. എനിക്ക് തോന്നുന്നു പുഷ്പ വണ്ണിനെക്കാട്ടിൽ കുറച്ചുകൂടെ മികച്ച രീതിയിൽ തന്നെയാണ് ഇതിന്റെ സെക്കൻഡ് പാർട്ട് അവരെടുത്തിരിക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് ആ ഒരു ട്രെയിലർ ഒന്ന് കാണാം. അതിനു മുമ്പ് രശ്മിക മന്ദനാണ് സിനിമയിൽ നായികയായിട്ട് എത്തുന്നത്. അതോടെ പ്രിയാമണി സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട റോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നടീ നടന്മാർ ഈ സിനിമയ്ക്കകത്ത് എത്തുന്നുണ്ട്. സുനിലുണ്ട്, പ്രകാശ് രാജ്, അങ്ങനെ വലിയൊരു താരനിര എത്തുന്ന ഒരു സിനിമ. ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഇതിന്റെ നമുക്ക് ട്രെയിലർ ജസ്റ്റ് ഒന്ന് കാണാം. കണ്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട്. നമുക്ക് നേരെ ട്രെയിലറിലോട്ട് പോകാം. തിരുപ്പതി ജയിലിൽ നിന്നും വെടിയേറ്റ മുറിവുകളുമായി പുഷ്പ രക്ഷപ്പെട്ടതായി റിപ്പോർട്ട്. പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് പുഷ്പയെ 10 റൗണ്ട് വെടിവെക്കുകയും അയാൾക്ക് വളരെ ഗുരുതരമായി പരിക്കേറ്റതായും സംശയിക്കുന്നു. ശേഷാചലം കാടുകളിൽ പുഷ്പയ്ക്ക് വേണ്ടിയുള്ള കൂമിംഗ് ഓപ്പറേഷൻ തുടരുന്നു. ബാദ്രപേട്ട കുന്നുകളിൽ പുഷ്പയെ തിരയുകയായിരുന്ന പോലീസ് ടീമിന് അവിടെ നിന്ന് കിട്ടിയ ഷർട്ടിൽ രക്തക്കറയോടൊപ്പം 8 ബുള്ളറ്റുകളുടെ പാടുകളും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സെർച്ച് ടീമിന് കിട്ടിയത് പുഷ്പ പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയെ തുടർന്ന് ചിറ്റൂർ, തിരുപ്പതി പ്രദേശങ്ങളിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ ഉള്ളത് അന്നമയി സർക്കിളിലാണ്. പുഷ്പയെ പിന്തുണയ്ക്കുന്ന ജനങ്ങൾ തെരുവുകളിലേക്ക് ഇറങ്ങി അക്രമാസക്തരാകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 8 വെടിയുണ്ടകൾ. അത്രയും പരിക്കുകളോടെ ഒരു മനുഷ്യന് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. പോലീസ് ഇത് പുഷ്പയെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ്. പുഷ്പ കള്ളക്കടത്ത് നടത്തി പണം സമ്പാദിച്ചെന്നല്ലേ നിങ്ങൾ പറയുന്നേ? സമ്പാദിച്ച പണമൊക്കെ എന്ത് ചെയ്തെന്ന് നിങ്ങൾക്കറിയണ്ടേ? എന്റെ മോന്റെ ഹാർട്ട് ഓപ്പറേഷന് പുഷ്പ പണം തന്ന് സഹായിച്ചില്ലായിരുന്നെങ്കിൽ അതുകൊണ്ട് എന്റെ മോൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. മോളുടെ കല്യാണത്തിന് പുഷ്പയെ സഹായിച്ചത് പുഷ്പ ഞങ്ങൾക്ക് എല്ലാവർക്കും വീട് വെച്ച് തന്നത്. പാവങ്ങളുടെ പട്ടിണി തീർക്കുമായിരുന്നു മോളെ. ഒരു മാസം കഴിഞ്ഞിട്ടും സെക്ഷൻ 144 പിൻവലിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. പുഷ്പ ശരിക്കും ജീവിച്ചിരിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നവരെ പോലെ തന്നെ അയാൾ ജപ്പാൻ, മലേഷ്യ അല്ലെങ്കിൽ ചൈനയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. പുഷ്പയുടെ ബോഡി മറച്ചു വെച്ച് പോലീസ് നാടകം കളിക്കുകയാണ്. ശരിക്കും പുഷ്പ എവിടെയാണ്? ബ്രേക്കിംഗ് ന്യൂസ്. ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാന വാർത്ത. വനമേഖലയിൽ പുലികളെ നിരീക്ഷിക്കാനായി വനം വകുപ്പ് സ്ഥാപിച്ചിരുന്ന നൈറ്റ് വിഷൻ ക്യാമറയിൽ പതിഞ്ഞ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ സിറ്റി കേബിൾ സ്ക്രീനിലൂടെ കാണാൻ പോകുന്നത്. ശരിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. കാട്ടിലെ ജീവികൾ 2 അടി പുറകോട്ട് വെച്ച പുലി വരുന്നുണ്ടെന്ന അർത്ഥം. പുലി 2 അടി പുറകോട്ട് വെച്ച പുഷ്പ വരുന്നുണ്ടെന്ന അർത്ഥം. പുഷ്പ ജീവിച്ചിരിപ്പുണ്ടമ്മാവാ. പുഷ്പ ജീവിച്ചിരിപ്പുണ്ടോ? പുഷ്പയുടെ റൂൾ. ഡിസംബർ 5 പുഷ്പ 2 വേൾഡ് വൈഡ് റിലീസായിട്ട് തിയേറ്ററിലേക്ക് എത്തുകയാണ്. 5 ഭാഷയിലാണ് സിനിമ എത്തുന്നത്. ട്രെയിലറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗംഭീര ട്രെയിലർ കട്ടിംഗ് ആണ്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് ഇതിന്റെ ക്യാമറ വർക്ക് ഒരു രക്ഷയില്ല.
ട്രെയിലറിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിനിമ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇതിന്റെ BGM, അതോടെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ഫഹദ് ഫാസിന്റെ ആ കാണിക്കുന്ന ആ ഒരു എൻട്രി ഗംഭീരമായിരിക്കും സിനിമ. കാരണം ആക്ഷൻ രംഗങ്ങളൊക്കെ കിഡിലൻ ആയിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും സിനിമ കാണാനായിട്ടുള്ള ഒരു കട്ട വെയിറ്റിംഗിലാണെന്ന് അറിയാം. അപ്പൊ നമുക്ക് എന്തായാലും സിനിമ കണ്ടതിന് ശേഷം നമുക്ക് സിനിമയെ കുറിച്ചിട്ട് കൂടുതൽ ആധികാരികമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ അടുത്തൊരു സിനിമാ വിശേഷവുമായിട്ട് വീണ്ടും കാണാം.